തനിക്ക് താല്പര്യമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യത്തിന് തന്നെ ഞാൻ നിർബന്ധിച്ചിട്ടുണ്ടോ? പറയടോ. ഇല്ല. എന്നാ ഇതിനും തന്നെ ഞാൻ നിർബന്ധിക്കില്ല. ഹലോ. അതെ. ഇല്ല, അത് ഓൾറെഡി ഫാക്സ് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ. ഗൂഗിൾ. ഈശ്വര, ഗൂഗിളിന് ഇത് എന്തു പറ്റി? ഇനിയും രാജീവ് ഗൂഗിളിനോട് എന്തെങ്കിലും പറഞ്ഞു കാണുമോ? മോളാകെ സന്തോഷത്തിലാണല്ലോ. ഇതെന്താന്ന് പോലീസ് അങ്കിളിന് അറിയാമോ? ഇല്ല. ഞങ്ങളെ പാരീസിലേക്ക് പോവാ. ഇത് നോക്കിയേ. ഇതാണോ കാര്യം? ഇത് നേരത്തെ ഗൂഗിൾ എന്നോട് പറഞ്ഞതാ. എന്നിട്ട് അമ്മ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. പിന്നെ ഇപ്പോഴല്ലേ എല്ലാരും കൂടെ ഒത്തുകൂടിയത്. അവരുടെ ബാർ അസോസിയേഷന്റെ ഒരു പരിപാടിയാ ഈ പാരീസിലേക്കുള്ള ഒരു ഫാമിലി ട്രിപ്പ്. അവര് സെലക്ട് ചെയ്തതിൽ ഒരാള് ഗോകുല. അത് കലക്കല്ലോ. പാരീസ് ഫാമിലി പാക്കേജ് അടിപൊളി പരിപാടിയാണല്ലോ. ഞാനും കൂടെ വരട്ടെ? സോറി അങ്കിളെ, 3 പേർക്ക് ആകെ പോവാൻ പറ്റും. ഞാനും അമ്മയും അച്ഛനും. ഞങ്ങൾ ഡിസ്നിലാൻഡിലും ഈഫിൽ ടവറിലും റിവറിലൂടെ ബോട്ടിലൊക്കെ പോകും. എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ഗൗരി മോൾ ഇനി പാരീസ് ഗേൾ ആണല്ലേ? കാലക്കേളിയ പാരീസ് ഫാമിലി ആയിട്ട് പോവാൻ ഉഗ്ര സ്ഥലമാണ്. അളിയൻ എന്തായാലും ഇപ്പൊ നല്ല കാലമാണ് അല്ലേ സമൃദ്ധേ? ഭാഗ്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് വന്നോണ്ടിരിക്കുകയല്ലേ. കൺഗ്രാറ്റ്സ് അളിയ. സമൃദ്ധയ്ക്കും ഈ യാത്ര നല്ലൊരു മാറ്റവും. എന്തായാലും നിങ്ങൾ ലക്കി ഫാമിലിയാ. ഇനിയപ്പോ കാശ്മീരിൽ പോക്ക് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യോ? അതോ പാരീസിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് കാശ്മീരിൽ പോവോ? അവര് രണ്ടിടത്തും പോവും. നിനക്കെന്ത് വേണം? എനിക്കൊന്നും വേണ്ടായേ. ഞാൻ ചോദിച്ചത് തിരിച്ചെടുത്തു. സമൃദ്ധ, നീയും കൂടെ ഇരിക്കുമോളെ. വന്നിരിക്കുമോളെ, വാ. മതി. നീ എന്തോ ഒന്നും മിണ്ടാതിരിക്കുന്നേ? പാരീസിൽ പോകാൻ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ട് നിന്റെ മുഖത്ത് ഒരു സന്തോഷമില്ലല്ലോ. അവന്റെ മുഖത്ത് മാത്രമല്ല, സമൃദ്ധിയുടെ മുഖത്തും ഇല്ല. എന്തു പറ്റി മോളെ? ഏയ് ഒന്നുമില്ലമ്മ, ഇവർക്ക് ചുമ്മാ തോന്നുന്നതാ. സമൃദ്ധയുടെ വിഷമങ്ങളൊക്കെ മാറിക്കോളും. ഭർത്താവിന്റെയും മോളുടെയും കൂടെയല്ലേ പോകുന്നത്. കഴിക്കേ. അല്ലെങ്കിലും ജീവിതം പെട്ടെന്ന് ചില സർപ്രൈസുകൾ മുന്നിൽ വെക്കുമ്പോ നമ്മൾ ആരായാലും ആദ്യം ഒന്ന് വെപ്രാളപ്പെട്ടു അല്ലേടയാ? ഇതുപോലുള്ള യാത്ര ഇടയ്ക്കൊക്കെ നല്ലതാ. പഴയതൊക്കെ മറക്കാനും പുതിയ സ്വപ്നങ്ങളൊക്കെ കാണാനും. അല്ലേളിയ? എന്തു പറ്റി മോളെ? ഒന്നുമില്ലമ്മേ, വിശപ്പ് തോന്നുന്നില്ല. അളിയ, ഈ പാരീസിലേക്കുള്ള യാത്രയ്ക്ക് മുന്നേ ചില തയ്യാറെടുപ്പുകളൊക്കെ ആവശ്യമുണ്ട്. എന്തു പറ്റി മോനെ? നീ കഴിക്കുന്നില്ലേ? അളിയൻ കഴിച്ചിട്ട് പോളിയാ? മതി, നിറഞ്ഞു. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ ചോദിക്കാൻ പോയേ? അതിന് ഞാൻ ആവശ്യമില്ലാത്തൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ.
ഏട്ടാ ആ അമ്മ ആഹാരം കഴിക്കാൻ വിളിക്കുന്നു. നിങ്ങളൊക്കെ കഴിച്ചോ? ഇല്ല, ഒരുമിച്ച് കഴിക്കാം. ആ ഇന്ന് ആദ്രയുടെ ചെലവാ. ആണോ? അമ്മുക്കുട്ടി ഇന്ദുമോളും പറഞ്ഞതൊക്കെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. ഒരുപാട് നാൾക്ക് ശേഷം നമ്മുടെ വീട്ടില് സന്തോഷത്തിന്റെ ഒരു തിരി തെളിഞ്ഞതുപോലെ അല്ലേ ഏട്ടാ? എല്ലാം കൊണ്ടും നമ്മുടെ ജീവിതത്തില് പഴയ സന്തോഷങ്ങളെല്ലാം തിരിച്ചു കിട്ടാൻ പോവാ. അത് സംഭവിക്കും. കേസ് ജയിച്ച പഴയ നെല്ലിശ്ശേരി വീട് നമ്മൾ തിരിച്ചു പിടിക്കും. എല്ലാം പഴയതുപോലെ ആകും. നെല്ലിശ്ശേരി വീട്ടില് പഴയതുപോലെ നമ്മൾ അടിച്ചു പൊളിച്ച് നമ്മളെല്ലാരും കൂടി ജീവിക്കും. ഏട്ടൻ വാ. ആ എന്റെ അർച്ചനോട് ഇപ്പൊ കൂടുണ്ടായിരുന്നെങ്കിൽ ഈ വീട്ടിലെ സന്തോഷം 10 മടങ്ങ് വർദ്ധിച്ചാനെ. എടോ താൻ വാ, ഇരിക്കേ. വാടോ, ഇരിക്കേ. എടോ, താൻ ഈ വീട്ടിൽ വന്നിട്ട് 10 വർഷമായി. ഇത്രയും നാളുകൊണ്ട് നമുക്ക് പരസ്പരം അറിയാം. ഇന്ന് വരെ തനിക്ക് താല്പര്യമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യത്തിന് തന്നെ ഞാൻ നിർബന്ധിച്ചിട്ടുണ്ടോ? പറയടോ. ഇല്ല. എന്നാ ഇതിനും തന്നെ ഞാൻ നിർബന്ധിക്കില്ല.